നിലാവ് പെയ്തിറങ്ങുന്ന കഥകളുടെ സർഗോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാറ്റൽ മഴ പോലെ, ഇറവെള്ളം പോലെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കഥകൾ. കഥകളുടെ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഥ ആസ്വദിക്കാനായി എത്തിയ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ അന്യനായിങ്ങനെ. ഈ കഥ എഴുതിയത് ഇന്ത്യൻ സ്കൂൾ ഡാർസെറ്റിലെ മലയാള വിഭാഗം അധ്യാപകൻ സരസൻ എടവനക്കാട്. അധ്യാപനത്തിനോടൊപ്പം തന്നെ സരസൻ മാഷ ഒമാനിലെ സാംസ്കാരിക സാഹിത്യരംഗത്തും സജീവ സാന്നിധ്യമാണ്. എറണാകുളം എടവനക്കാട് സ്വദേശിയായ സരസൻ എടവനക്കാട് ഹണ്ടപ്പനും ഓലേഞ്ഞാലിയും എന്നുള്ള ബാലസാഹിത്യകൃതിയും രചിച്ചിട്ടുണ്ട്. സരസൻ എടവനക്കാടിന്റെ ഹണ്ടപ്പനും ഓലേഞ്ഞാലിയും എന്നുള്ള പുസ്തകത്തിന്റെ പ്രകാശനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സിപ്പി പള്ളിപ്പുറമാണ് നിർവഹിച്ചത്. ഡാർസെറ്റ് ഇന്ത്യൻ സ്കൂളിലെ മലയാളം അധ്യാപകനായ സരസൻ എടവനക്കാടിന്റെ അന്യനായി ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഷിലിൻ പൊയ്യാറ. അതിശൈത്യത്തിന്റെ സൂചിമുഖികൾ പരശതമായി പറന്നു വന്ന് രോമകൂപങ്ങൾ തോറും കുത്തുന്നു. നിശബ്ദത നിതാന്ത നിശബ്ദതയെ പെറ്റു വളർത്തുന്നു. എന്താണിത്? മാറ്റത്തിന്റെ നവ്യാധ്യായമോ? ലോകത്തെ കീഴ്മിൽ മറിച്ച ഏതോ ശക്തിയാണ് എന്നെ ഉണർത്തിയത്. പരേതരെ ഉറങ്ങാൻ വിടാത്ത ലോകം. ഭ്രാന്തൻ ജൽപ്പനങ്ങളും പാനോത്സവങ്ങളും രാത്രിയെ പകലാക്കി നീളുന്ന ജീവിതോത്സവത്തിന്റെ ഉന്മത്തതകളും. ഉറക്കമില്ലാത്ത മീനങ്ങളോ മനുഷ്യർ. നിശബ്ദത ചേക്കേയിരിക്കുമിടം. വ്യവസായ വിപ്ലവം അനായാസം നിർമ്മിച്ചു തള്ളിയ ഉൽപ്പന്നങ്ങൾ. ഉപോൽപ്പന്നമായ മലിനീകരണം. പുത്തൻ സാങ്കേതികത നൽകിയ സുഖഭോഗങ്ങൾ. കാറിരമ്പങ്ങൾ, തീറ്റിവ്രതങ്ങൾ, കെട്ടിപ്പുണർന്നുള്ള കുത്തിമലർത്തലുകൾ. പകൽ തിമിർക്കട്ടെ, രാത്രിയും ഉൾക്കിടലം തീർക്കുന്ന ഊരിയിടലുകൾ. പരേതരെ ഉറങ്ങാൻ വിടാത്ത ലോകം. മാർക്സ്. ആരിത്? വീണ്ടും വിളിക്കുന്നുവല്ലോ. എന്നെ ഉണർത്തിയ അതേ ശബ്ദം. മാർക്സ്. ആരിത്? തോഴനെ പോലെ എന്നെ വിളിച്ചുണർത്തി. മാർക്സ് കല്ലറയ്ക്ക് പുറത്ത് കിടന്നു. ആദിമമായ കുളിർക്കാറ്റ് വന്ന തരളാങ്കുലികളാൽ തഴുകി. പുലരി ഇരുട്ടിനോട് മൽപ്പിടുത്തത്തിലാണ്. അവ്യക്തതയാർന്ന വ്യക്തതയിൽ മാർക്സ് പരിസരാവലോകനം നടത്തി. 4 മീറ്ററോളം ഉയരത്തിൽ ഒരു സ്മാരകം. അതിനു മുകളിൽ ഒരു താടിക്കാരൻ പ്രാകൃതന്റെ തല. എന്തൊക്കെയോ ലിഖിതവുമുണ്ടല്ലോ. ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ വേരുപിടിച്ചിരുന്ന കാഴ്ച തേഞ്ഞ കണ്ണുകളാണ്. പുരികവും കണ്ണും ചുളിച്ചു നോക്കി. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഈ പട്ടിണി പേക്കോല പ്രവാസിക്കും സ്മാരകമോ? ഇംഗ്ലണ്ടിന്റെ ഉചിതജ്ഞത. സ്മാരകങ്ങൾ അത് മനസ്സിൽ പടുത്തുയർത്തേണ്ടതാണ്. ഓർമ്മകളും സ്നേഹാദരങ്ങളും സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട്. ഈ സിമന്റ് നിർമ്മിതി തച്ചുടച്ചാലോ? മാർക്സ്. വീണ്ടും ആ വിളി. ആരിത്? ഒരു മുയൽക്കുട്ടൻ ഉരുണ്ടു തുളുമ്പി ഓടിയെത്തി. ചുണ്ടും മീശയും ലെഫ്റ്റ് റൈറ്റിൽ ചലിപ്പിച്ചുകൊണ്ട് ഉളിപ്പല്ലുകൾ വിളിക്കുകാട്ടി. മാർക്സ്. ഞാനാണ്. അകലെതാ പഴയൊരു കല്ലറ തുറന്ന് പ്രേയസിയുമൊത്ത് കഴിയുന്നു. ഞാനാണ് അങ്ങയെ വിളിച്ചുണർത്തിയത്. സുപ്രഭാതം. ഞാൻ എളിയ ആരാധകനാണ്. ദാസ് ക്യാപിറ്റൽ വായിക്കാൻ ശ്രമിച്ച് ചുറ്റികയുടെ അടിയും അരിവാളിന്റെ കൊത്തിക്കീറലും അറിഞ്ഞു ജീവിക്കുന്നു. ഇര തേടി അലഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി. ഈ ശ്മശാനം സന്ദർശക നിബിഡമായിരുന്നു. ഇപ്പോൾ ആരും എത്തുന്നില്ല. ആരെയും പുറത്തു കാണുന്നേയില്ല. ജന്തുവീര്യം ജയിച്ച പോലുണ്ട്. പക്ഷിമൃഗാദികൾ ഇവിടെ നിർബാധം കഴിയുകയാണ്. മനുഷ്യരെ പേടിക്കേണ്ടതില്ല. ആരെയും കാണുന്നില്ല. ഏതോ ശത്രുക്കൾ കൊന്നൊടുക്കിയെന്ന് തോന്നുന്നു. ഇവിടെയുള്ള കുടീരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനെത്തുന്നത് അങ്ങനെയാണ്. നോക്കൂ, സ്മാരക തറയിൽ നീളെ നിറയെ മെഴുകുതിരികൾ, പൂക്കൾ, കാടുകൾ, കൊച്ചു കൊച്ചു വൈൻ കുപ്പികൾ. എല്ലാം പഴകിയത് അങ്ങ് ദൈവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവ മാസങ്ങൾക്ക് മുൻപുള്ളത്. താങ്കളുടെ ആരാധകർ സ്നേഹത്തോടെ അർപ്പിക്കുന്നതാണേ. പ്രിയപ്പെട്ട മാർക്സ്, ഇവിടെ മാത്രമല്ല, എവിടെയും മനുഷ്യരുടെ തലവെട്ടം കാണുന്നില്ല. ലോകത്തിന്റെ നെടുമ്പുറത്ത് എന്തോ വീണിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാനുള്ള ത്രാണി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ വിളിച്ചുണർത്തിയത്. ഒന്ന് നോക്കൂ മാർക്സ്. മുയൽക്കുട്ട, ഓർമ്മകളിൽ എൻ്റെ ജെനിഫറും കുട്ടികളും മാഞ്ചസ്റ്ററും ഡീൻ സ്ട്രീറ്റും ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയും ഒക്കെ ഇരമ്പി വരുന്നു. അങ്ങയുടെ ഓർമ്മകൾ മിന്നിത്തിളങ്ങുന്ന വഴികൾ എനിക്ക് സുപരിചിതമാണ്. അത് കേട്ട് മാർക്സിന് പുതുജീവൻ കൈവന്നു. കോമ്രേഡ്, അദ്ദേഹം ഉറക്കെ വിളിച്ചു.
ആ വിളിയുടെ ഊഷ്മളതയിൽ മുയൽ തുള്ളിച്ചാടി. വരൂ മാർക്സ്, ഭൂമി സ്വർഗ പാതാള ജീവിതവർഗ ശത്രുവായ മനുഷ്യരൊഴിഞ്ഞ പാതയിലൂടെ നമുക്ക് നീങ്ങാം. ഇത് മനുഷ്യരെക്കുറിച്ചുള്ള ഒരു മൃഗവിശകലനമാണേ, ക്ഷമിക്കണേ. മുയൽ അത്യുത്സാഹിയായി വഴികാട്ടി കുതിച്ചു. ഇരുട്ടിനുമേൽ വിജയം നേടാൻ വെളിച്ചം പൊരുതിക്കൊണ്ടിരിക്കുന്നു. അവർ വീണ്ടും നടന്നു. പാതിരയ്ക്ക് ഇരുപുറം നിറയെ ശവക്കല്ലറകൾ, അവയ്ക്ക് പിന്നിലായി നിറഞ്ഞ കാട്. മരണത്തിനും അസമത്വമോ? എനിക്കേതാണ്ട് 4 മീറ്റർ ഉയരത്തിലുള്ള സ്മാരകം, തൊട്ടടുത്ത് തീരെ ചെറിയവ, പിന്നെ ശില്പഭംഗി വിളിച്ചോതുന്നവ, അനലങ്കൃതമായവ, പണക്കൊഴുപ്പിന്റെ ഉന്മത്തതയിലെ മാർബിൾ കടഞ്ഞെടുപ്പുകൾ, ആദിമ നിശബ്ദത വിലയിക്കുന്ന നിലയം. ഈ പ്രകൃതി എന്നെ പ്രഷ്യയിലെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ജൂതവംശത്തിന്റെ നേർക്ക് ചാരക്കണ്ണുകളും ഗണ്ണുകളും ചുഴറ്റിയിരുന്ന ദിനങ്ങൾ. കുട്ടിക്കാലത്ത് തന്നെ വിവേചനത്തിനെതിരെ ഒരുമയുടെ ചിന്തകൾ മുട്ടിട്ടു. അസമത്വത്തിന്റെ ആ ചിഹ്നങ്ങളോട് അവജ്ഞ തോന്നിയിരുന്നു. സാഹിത്യവും തത്വശാസ്ത്രവും പഠിക്കാനാണ് ബോൺ സർവകലാശാലയിൽ ചേർന്നത്. മനസ്സ് പുഷ്കലമായി. കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, എന്തിനേറെ നോവല് പോലും ഉരുവപ്പെട്ടു. നിനക്കറിയാമോ മുയൽക്കുട്ട, അല്ല കോമ്രേഡ് എന്റെ നോവലാണ്, സ്കോർപ്പിയൻ ആൻഡ് ഫിലിക്സ്. ഒക്കത്തിനും പ്രചോദനമായത് പ്രേയസിയായി തീർന്ന ജെനിയാണ്. ആ ജെനി, പൂനിലാവും പൂന്തനിലും മത്സരിച്ചു ജന്മം നൽകിയ പ്രേമ നൈർമല്യത. പൊടുന്നനെ മാർക്സിന്റെ കാലുകൾ ചലനമറ്റു. ഒരു പ്രതിമയുടെ നിശ്ചലതയിൽ ആ മിഴികൾ അടഞ്ഞുകുറുകി. രക്തത്തിന്റെ അമ്മളതയുള്ള കണ്ണുനീർച്ചാലുകൾ കുതിച്ചൊഴുകി താടിയിൽ വീണു തകർന്നു. മാർക്സ്, നാം ഹൈഗേറ്റ് ശ്മശാനത്തിന്റെ കവാടത്തിലെത്തി. മുയലിന്റെ വാക്കുകൾ അദ്ദേഹത്തെ ഉണർത്തി. കാലുകൾ പെട്ടെന്ന് ചലനമാർന്നു. വടക്കൻ ഇംഗ്ലണ്ടിലെ ഹൈമേറ്റ് ശ്മശാനം കടന്നുകൊണ്ട് തെരുവിലേക്ക്. കവിതയും ശില്പവും സംഗീതവും ആലിംഗന മൂർച്ചയിൽ വികാരതലിതമായി ഉരുവപ്പെട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ, അകത്തളം പോലെ തേച്ചു മിനുക്കിയിട്ടിരിക്കുന്ന പാതകൾ എല്ലാം മാറിയിരിക്കുന്നു. കിളിപ്പാട്ടുകൾക്ക് മാത്രം മാറ്റമില്ല. മാറ്റം എന്തും മാറണമല്ലോ. ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക, വിശകലനം ചെയ്യുക, മാറ്റിമറിക്കുക. അതാണല്ലോ ജീവിതത്തെ മൂല്യവത്താക്കുന്നത്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം. പക്ഷെ ഈ മാറ്റം മനസ്സിലാകുന്നില്ല. അടഞ്ഞുകിടക്കുന്ന വീടുകൾ, തിരക്കും ഇരമ്പവുമില്ലാത്ത തെരുവുകൾ. ഈ മാറ്റത്തിന് കാരണമെന്താണ്? ഭൂമി ഇത്രയധികം വിജനമാകാൻ എന്താണ് കാരണം? സൂര്യൻ മഞ്ഞിൽ കോട്ടകളിൽ 1000 കൈകൾ കൊണ്ട് പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുളും മഞ്ഞും വീണുകിടക്കുന്ന വഴിയിലൂടെ അവർ നീങ്ങിക്കൊണ്ടിരുന്നു. ഇതെനിക്ക് പരിചിതമായ ഇംഗ്ലണ്ട് തന്നെയാണോ? ജർമ്മനിയിൽ നിന്നും ബെൽജിയത്തിലേക്കും ഫ്രാൻസിലേക്കും തുടർന്ന് ഇംഗ്ലണ്ടിൽ പലയിടത്തും അലയേണ്ടി വന്ന പ്രവാസത്തിന്റെ നീറിപ്പിടിക്കുന്ന ഓർമ്മകൾ. ചേരി നിറഞ്ഞ മാഞ്ചസ്റ്റർ, വ്യവസായ വിപ്ലവം സാധ്യമാക്കിയ സൗകര്യങ്ങളും മൂലധനം കൈയാളിയ നവവർഗം, കൊളോണിയൽ ഗർവിന്റെ ചാട്ടവാർ ചുഴറ്റി ചൂഷണത്തിന്റെ ആലകളിലേക്ക് ഇരുകാലികളെ ആട്ടിത്തെളിച്ച് യന്ത്രങ്ങളിൽ മിച്ചമൂല്യത്തിന്റെ താളം തീർത്തു. ഇന്ത്യയിൽ നിന്നും കണക്കില്ലാത്ത പരുത്തികൾ. സൂറത്തിലും മസൂലി പട്ടണത്തിലും ഹൂഗ്ലിയിലുമൊക്കെ വിസ്മയം തീർത്തിരുന്ന തൊഴിലാളികളുടെ കൈപ്പത്തി തല്ലിത്തകർത്ത നെയ്ത്തിന്റെ താളം കടൽ കടത്തിക്കൊണ്ടുവന്ന മാഞ്ചസ്റ്റർ. അതിരാവിലെ തുടങ്ങി അത്യസ്തമയം വരെ തൊഴിലെടുത്ത് നടുവൊടിഞ്ഞ ജീവച്ഛവങ്ങളായി നീങ്ങിയ തൊഴിലാളികൾ. തൊഴിൽ വിഭജനത്തിന്റെ പൽചക്രങ്ങളിൽ കോർക്കപ്പെട്ട് പിടഞ്ഞവർ. തറികളുടെ താളം പോലുമില്ലാത്ത ജീവിതം. വിയർപ്പൊഴുക്കി നെയ്ത വസ്ത്രങ്ങളിൽ ഒന്നുപോലും വാങ്ങാനുള്ള ശേഷിയില്ലാത്തവർ. ക്രയശേഷി വർദ്ധിച്ചവർ ഇട്ടുമൂടി വരുന്ന വർണ്ണശബളിമ കണ്ടുകൊണ്ട് ജീവിതമേ ഇവിടെ ഞാനെന്ത് എന്ന് കരഞ്ഞിരുന്നവർ. അന്യവൽക്കരണത്തിന്റെ നേർസാക്ഷ്യങ്ങൾ. മറ്റെവിടെയും എന്ന പോലെ ഇവിടെയും നിസ്വർഗത്തിന്റെ ദയനീയത എന്റെ ഉറക്കം കെടുത്തിയിരുന്നു. അടിമത്തവും ജന്മിത്തവും മുതലാളിത്തവും തീർത്ത കെണിയിൽ കുരുങ്ങിപ്പോയവർ. മണ്ണും പെണ്ണും സാങ്കേതികതയും കൊളോണിയൽ പുതുപ്പണ വെകിളിയും തൊഴിലാളികളുടെ ജീവിതത്തെ എത്രമേൽ ജീവിതമില്ലാതാക്കി. തൊഴിലാളികളെ വിപ്ലവത്തിന്റെ ഉപകരണമാക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. പ്രാണൻ പിടഞ്ഞ് പിടഞ്ഞ് ഒടുങ്ങിയ ജനങ്ങൾ. കാൾ കാൾ, ആ വിളി ഇന്നും സ്നേഹരമ്യമായി ഒഴുകി വരുന്നു. ജെന്നി, എന്റെ ജെന്നി. സ്നേഹവും സൗന്ദര്യവും സഹനവും ബുദ്ധിയും ഒരേ അളവിൽ സമ്മേളിച്ചിരുന്ന പ്രഭുകുമാരി. ജെന്നി, നീ എന്ന ജീവന്റെ വിളക്കാണ്. എന്നെ ഞാനാക്കിയ പ്രചോദിത വശ്യതയാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ ഈ കരവലയത്തിലാക്കി പുലരി ഹരിതസ്ഥലികളിൽ എന്ന പോൽ ചുംബിക്കട്ടെയോ? നങ്കൂരം വെനീസിലെ കപ്പലുകളിൽ എന്ന പോൽ അതിഗാഠം ചേർത്ത് നിർത്തട്ടെയോ? ഇതെന്താണ് മാർക്സ് നോൺസെൻസ് എഴുതി വച്ചിരിക്കുന്നത്? അവൾ വായിച്ചു കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തേണ്ട ചില കയ്യെഴുത്ത് താളുകൾ തിരിച്ചു തന്നു. തിരിച്ചു മറിച്ച് നോക്കവേ നോൺസെൻസ് എന്താണെന്ന് മനസ്സിലായി.
നടുവിലെ പേജ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അന്ന് ആദ്യമായാണ് എംഗൽസിനോട് പരുഷമായി സംസാരിച്ചതാ. ഇറ്റ്സ് മിഡിൽ പേജ് മിസ്സിംഗ് എംഗൽസ്, വെരി സിറ്റ്. എംഗൽസ് എഴുത്തിലും ചിന്തയിലുമായിരുന്നു. പേപ്പർ കൂനയിൽ ഉഴുതി പറതി അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. ഓ എംഗൽസ്, നീയും ഞാനും ഒരേ ജീവൻ തുടിച്ചിരുന്ന 2 ശരീരങ്ങൾ. ഓർക്കുന്നില്ലേ? ജർമ്മൻ രഹസ്യ പോലീസിനെയും ഫ്രഞ്ച് ബ്രിട്ടീഷ് പോലീസുകാരെയും വെട്ടിച്ച് നാം തെരുവുകളുടെ ഇരുളുകളിൽ ഒളിക്കുന്നതും പ്രോലിറ്റേറിയനും ബൂർഷാസിയും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് പ്രിയ സഖാക്കളോട് സംവദിക്കുന്നതും ഇന്റർനാഷണൽ ലീഗിലെ ചൊവ്വാഴ്ച ക്ലാസുകളും വാദപ്രതിവാദങ്ങളും. എന്തിന്? നമുക്ക് മധുരിക്കുന്ന പരാജയം സമ്മാനിച്ച ആദ്യത്തെ വിപ്ലവ പരീക്ഷണമായ പാരീസ് കമ്മ്യൂൺ പോലും എങ്ങനെ മറക്കാനാകും? എംഗൽസ്, എന്റെ സ്നേഹിത, നാം കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ ഈ മാർക്സ് എന്നേ മണ്ണടിഞ്ഞേനെ. താങ്കളുടെ ലേഖനം എന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രത്തെ ഞാൻ കണ്ടെത്തിയിരുന്നു. എന്റെ ദാസ് ക്യാപിറ്റലിന്റെ ആദ്യ ഭാഗം പ്രസിദ്ധീകരിച്ച് കാണാൻ മാത്രമേ എനിക്ക് ജീവിതം കൈവന്നുള്ളൂ. ബാക്കി എന്റെ പ്രിയപ്പെട്ട കോമ്രേഡ് പ്രസിദ്ധപ്പെടുത്തുമെന്ന് കരുതട്ടെ. ഓ, ഓർമ്മകളുടെ അഗ്നിപ്രളയത്തിൽ ഞാൻ വെണ്ണീറായി അടിയുന്നു. പ്രഭകുമാരിയായ ജെന്നിയെ സ്വന്തമാക്കാൻ കടക്കേണ്ടി വന്ന കടമ്പകൾ, ആദ്യത്തെ നാടുവിടൽ, ഡോക്ടറേറ്റും പാണ്ഡിത്യവും എന്ന അമിത യോഗ്യതയും വൈരുദ്ധ്യാത്മക ഭൗതിക ചിന്തകൾ വിടർത്തിയ ലേഖനങ്ങളിലൂടെ ഭരണകർത്താക്കളുടെ ഉറക്കം കെടുത്തിയതുമൊക്കെ ജോലിക്ക് തടസ്സമായി. പട്ടിണിയായി. ഉൽപ്പദഷ്ണുത്വം അധികാര കേന്ദ്രങ്ങൾക്ക് ചതുർത്ഥിയാണല്ലോ. അറസ്റ്റുകൾ, പുറത്താക്കൽ, പാലായനങ്ങൾ, വർണ്ണമോചന ചിന്തകൾ കുതികുത്തി വരുന്നു. കുടുംബം പോറ്റണം, മൃഗസമാനമാക്കപ്പെട്ട തൊഴിലാളികളെ മോചിപ്പിക്കണം. അവരുടെ രൂപം മനസ്സിൽ തെളിഞ്ഞുവരും. സംഭീതമായ കണ്ണുകൾ, വരണ്ട തൊണ്ടകൾ. തല ഉയർത്തി നിൽക്കാൻ ഇവർക്ക് കഴിയണം. ഒപ്പം കുടുംബഭാരവും ചുമലിലുണ്ട്. മുയൽക്കുട്ട, എന്റെ കോമറേഡ്, എന്തൊരു കുതുകുതിപ്പാണ് നീ നടത്തുന്നത്? ഓടും തോറും നിനക്ക് ആവേശം കൂടുകയാണല്ലോ. മുയൽ പ്രയാസപ്പെട്ടു നിന്നു. നാം എവിടെയെത്തി? ഇതല്ലേ താങ്കളുടെ പ്രിയപ്പെട്ട മാഞ്ചസ്റ്റർ? ഹോ, വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത് വ്യക്തിയധിഷ്ഠിത മുതലാളിത്ത കൊളോണിയൽ വളർച്ചയോ തൊഴിലാളിത്താധിപത്യ വളർച്ചയോ? ക്ഷമിക്കണം മാർസ്, ഇതങ്ങ് വിഭാവനം ചെയ്ത വളർച്ചയല്ല. ഈ വളർച്ചയിൽ ഒരു വിളർച്ചയുണ്ട്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാനങ്ങ് പണ്ട്, അതായത് 1850കളിൽ താമസിച്ചിടത്തേക്കാണ് താങ്കളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മുയൽ കുതിച്ചു നിയന്ത്രിച്ച് വഴികാട്ടി. സൂര്യൻ ഇരുളും മഞ്ഞും തീർത്ത കോട്ടകളെ അപ്പോഴും വീറോടെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഓർമ്മകളുടെ അണ പൊട്ടിയൊഴുകുകയാണ്. ഇത് ജീവിത സായാഹ്നത്തിൽ ഞാൻ താമസിച്ച ഇടമാണെന്നോ? ഇവിടെ എന്ത് യുദ്ധമാണ് നടക്കുന്നത്? മാനും മാഞ്ചാതികളുമില്ലാതെ അമ്പരചുംബികളുടെ പ്രേത നഗരം. ഇത് മാഞ്ചസ്റ്റർ എന്നാണല്ലോ കോമ്രേഡ് പറയുന്നത്. ഈ മാഞ്ചസ്റ്ററിലെ ഏതോ തെരുവിൽ, ഏതോ കെട്ടിടത്തിൽ, 2ാം നിലയിലെ ഇരുട്ടുമുറിയിൽ ഞാനും ജിന്നിയും 5 മക്കളും, വിവാഹശേഷം ജിന്നിയെ വിട്ടുപിരിയാതെ കൂടിയ പരിചാരികയും, മുൻമുറിയിൽ പുസ്തകങ്ങളും കയ്യെഴുത്തുപ്രതികളും കോറത്തുണികളും ഇളകിയാടുന്ന ഒരു കസേരയും, പിൻമുറിയിൽ പാചകവും തിങ്ങിക്കൂടി കിടപ്പും. ഓ ജെന്നി, നമ്മുടെ പ്രണയദിനങ്ങളുടെ വർണ്ണരാജികൾ മാഞ്ഞു പോയത് എത്ര വേഗത്തിലാണ്! ഓരോ ദിനാന്ത്യവും നാളെ എന്ത് എന്ന വിശപ്പിന്റെ ആക്രന്ദനവുമായി കടന്നുപോയി. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന്റെ ആവിപാറുന്ന മണവും ഉണക്കറൊട്ടിയും തയ്യാറാക്കുന്ന വേളകൾ നമുക്ക് ഉത്സവങ്ങളായിരുന്നു. വാതിലിൽ മുട്ടുന്നത് കടക്കാരും വാടകക്കാരെയും മാത്രം. ഇടയ്ക്കിടെ ലേഖനങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും കിട്ടിയിരുന്ന പ്രതിഫലം കൊണ്ട് ജീവൻ നിലനിർത്തിയിരുന്നു. അത്രമാത്രം. അതിനിന്ദ്യമായ ദാരിദ്ര്യം. ഒരിക്കൽ മറ്റൊരു വഴിയും കാണാതെ വന്നപ്പോൾ കോട്ടുവിറ്റ വണവും ഒരു കോമ്രേഡ് തന്ന ഒരു ചാക്ക് ഉരുളക്കിഴങ്ങുമായി വീട്ടിൽ വന്ന് കയറുമ്പോൾ വീട്ടുടമസ്ഥൻ കുടിയിറക്കുകയായിരുന്നു. വീട്ടിലുള്ളതൊക്കെ വലിച്ചു പുറത്തിട്ടു. ഉടൻ വീടൊഴിയണമെന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കാൻ തുടങ്ങി. കോട്ടുവിറ്റ പണം ഞാൻ അവർക്ക് കൊടുത്തു. വീട്ടുടമസ്ഥ അലിഞ്ഞില്ല. അവൾ അലറി നിന്നു. 2-3 ദിവസത്തെ ഇളവ് കൂടി തരൂ എന്ന് കെഞ്ചി. നമ്മുടെ മകൻ എഡ്ഗർ ദയനീയമായി പറഞ്ഞു, ആന്റി, ഞങ്ങളുടെ കയ്യിൽ ഈ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. ഇതെടുത്തുകൊള്ളൂ, ഞങ്ങളെ പുറത്താക്കരുതേ. അവർ അലിഞ്ഞില്ല. എനിക്ക് ന്യൂയോർക്ക് ട്രിബ്യൂണിൽ നിന്ന് പണം കിട്ടാനുണ്ട്. അത് നാളെ കിട്ടും. വാടക ഞാൻ വീട്ടാം. അപരാധിയെ പോലെ നിന്ന് ഞാൻ പറഞ്ഞു. അവർ അലറിക്കൊണ്ട് പറഞ്ഞു, വലിച്ചു പുറത്താക്കണോ അതോ പോലീസിനെ വിളിക്കണോ? എന്തു ചെയ്യാനും മടിക്കാത്തവളാണ്. അവർ പാത്രങ്ങളെടുത്ത് പുറത്തേക്കെറിഞ്ഞു. ഞങ്ങളുടെ പരിചാരിക കരച്ചിലോടെ പാഞ്ഞു ചെന്ന് വീട്ടുടമസ്ഥയുടെ മുന്നിൽ മുട്ടുകുത്തി. അവൾ ഗദ്ഗദഗണ്ഠയായി, അല്പം കരുണ കാട്ടണേ. ഈ ജെനി പ്രഭു കുടുംബത്തിൽ ജനിച്ചവളാണ്. കുട്ടിക്കാലം മുതൽ ഞാൻ നിഴൽ പോലെ കൂടെ കൂടിയതാണ്. മാർക്സ്, അദ്ദേഹം എല്ലാവരും വണങ്ങുന്ന പണ്ഡിതൻ.
മനുഷ്യസ്നേഹി. ആർക്കും പണം കൊടുക്കാതെ കടന്നു കളയില്ല. അപമാനിക്കരുതേ. ഞാൻ നിങ്ങളുടെ വീട് തൂക്കാം, ടോയ്ലറ്റ് കഴുകാം, പറയുന്നതെല്ലാം ചെയ്യാം. 2 ദിവസം ക്ഷമിക്കണേ. അവർ രാക്ഷസീയമായി അലറി കുട്ടികളെ വാരിവലിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് തള്ളി. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. വാതിൽക്കൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. എംഗൽസ്. വീട് കത്തുകയാണെന്നും ആ ചൂടിൽ താനും ദഹിക്കുകയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. വീട്ടുടമസ്ഥയ്ക്ക് അദ്ദേഹം പണം നൽകി. അവരുടെ കണ്ണുകൾ തിളങ്ങി. താഴെ കിടന്നിരുന്ന ഒരു പാത്രം അകത്തേക്ക് ശക്തിയോടെ തള്ളി നീക്കി ജെന്നിയെ നോക്കിക്കൊണ്ട് ഒരു വെടലച്ചിരി പാസാക്കി നിലം പൊളിച്ച് ചവിട്ടിക്കൊണ്ട് അവർ പോയി. കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എംഗൽസ് നിശ്ചലനായി. ഞാനും മറ്റൊരു നിശ്ചല രൂപമായി മാറി. ശേഷിച്ചവരുടെ കരച്ചിലിന്റെ തിരയടി കേട്ടുകൊണ്ട് തെരുവിൽ നിന്നും 4-5 സഖാക്കൾ ഓടിയെത്തി. ആ രാത്രി വിശപ്പിന്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാനാവാതെ ബോധത്തിനും അബോധത്തിനും ഇടയ്ക്ക് ഒരു തളർച്ചയിൽ ഞാൻ ഉറഞ്ഞുപോയി. ജെന്നി, ഇത്രയൊക്കെ സഹിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? വിശപ്പിൽ പുകയുമ്പോഴും നീ പറയാറുണ്ട്, അങ്ങ് ചെന്നിരുന്ന് എഴുതൂ, നമ്മളാൽ വിമോചിക്കപ്പെടേണ്ടവരുടെ രോദനമില്ലാതാക്കാൻ ദുർഗമ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. ഇത്രമേൽ സഹനം, ഇത്രമേൽ സ്നേഹം ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ജെന്നി, നിനക്ക് മാത്രമേ കഴിയൂ. പട്ടിണിയാണ് നമ്മുടെ മക്കളെ കവർന്നെടുത്തത്. നമ്മുടെ കൺമണികൾ എഡ്ഗർ, എഡ്വേർഡ്, പിന്നെ ഒരു പേര് പോലും സ്വന്തമായി ഇല്ലാതിരുന്ന കൈക്കുഞ്ഞ്. എല്ലാവരെയും പട്ടിണിയാണ് കൊണ്ടുപോയത്. സ്വന്തം കുഞ്ഞുങ്ങളെ അടക്കാനുള്ള പെട്ടിക്ക് പോലും പണമില്ലാതെ മണ്ണിൽ കുഴികുത്തി മൂടിയ നിസ്വ പരീക്ഷകളെന്ന ബഹുമതി നമുക്ക് മാത്രം സ്വന്തം. എഡ്ഗറിന് പനി. അവൻ നന്നേ ശോഷിച്ചു, തളർന്നു. നേർത്ത ഒരു ശബ്ദം മാത്രം ആ കുഞ്ഞ് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. അവനെ മെല്ലെ തൊട്ട് തലോടി പറഞ്ഞു, പപ്പ, ഡോക്ടറെ വിളിക്കാം, മരുന്ന് വാങ്ങിക്കാം. കുഞ്ഞു കരയാതെ. പപ്പ ദാ പോവുകയായി. ഒരു ഞെരുക്കത്തോടെ അബോധത്തിന്റെ ആഴക്കിണറ്റിൽ നിന്നും പൊങ്ങി വരാൻ ശ്രമിച്ചുകൊണ്ട് എന്റെ പൊന്നുമോൻ പറഞ്ഞു, പപ്പ, ഡോക്ടറെ വിളിക്കണ്ട, എനിക്കൊരു ടോയ് മതി. പപ്പ പറഞ്ഞിരുന്നില്ലേ പപ്പയ്ക്ക് പണം കിട്ടുമ്പോൾ ടോയ് വാങ്ങിത്തരാന്ന്. പപ്പ, എനിക്ക് ടോയ് മതി പപ്പ, ഒരു ടോയ് മതി. മോനെ, പപ്പ ഇപ്പോൾ ടോയ് വാങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിന്നൽ പാച്ചിലായിരുന്നു. ടോയ് വാങ്ങി അതേ പാച്ചിലിൽ തന്നെ തിരിച്ചെത്തിയപ്പോഴേക്കും എന്റെ എഡ്ഗർ മറ്റെങ്ങോ ഒളിച്ചു കളിക്കാൻ പോയിരുന്നു. കണ്ണു നിറഞ്ഞുകൊണ്ട് വഴി തടഞ്ഞ മൊഴിയിൽ ഊമക്കളി നടത്തിക്കൊണ്ട് മാർക്സ് നിന്നു. നിതാന്ത നിശബ്ദത ഒരു മരവിപ്പോട് അദ്ദേഹത്തെ പൊതിഞ്ഞു. നായ്ക്കളുടെ കുരയാണ് അദ്ദേഹത്തെ ഉണർത്തിയത്. നായ്ക്കൾ വളഞ്ഞിട്ട് മുയൽ കോമ്രേഡിനെ ഓടിക്കുകയാണ്. അവൻ ഓടി, നായ്ക്കൾ പിന്നാലെ. പഴുതുകൾ പരതി മുയൽ ഓടി. നായ്ക്കൾ അവനെ തട്ടിയുരുട്ടി. ഒന്നു കമ്മി, ഒന്നു തട്ടി, ഒന്നു കടിച്ചു കീറിക്കുടഞ്ഞു. മുയലിന്റെ ചോര പടർന്ന കത്തിവേഷങ്ങൾ ഇളകിയാടി. അവ കുരച്ചും കുതിച്ചും തെരുവ് കൈയടക്കി. മൊഴിയും പ്രാണനും വീണ്ടും പിന്നിപ്പോയ മാർക്സ്. അന്യവൽക്കരണത്തിന്റെ മങ്ങൂഴമാണ്ട് ഡീൻ സ്ട്രീറ്റ് 28 മാർക്സ് നിന്നുപോയ പാതയോരത്തുള്ള കെട്ടിടത്തിന്റെ 2ാം നിലയിൽ 1851, 1856 കാറൽ മാർക്സ് ലിവ്ഡ് ഹിയർ എന്ന ലിഖിതത്തിൽ സൗവർണ രശ്മികൾ തഴുകി നിന്നു. സൂര്യൻ അന്ത്യതമസിനുമേൽ വിജയം നേടിക്കൊണ്ട് ചിരിച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂൾ ഡാർസെറ്റിലെ മലയാള വിഭാഗം അധ്യാപകനായ സരസൻ ഇടവനക്കാട് എഴുതിയ അന്യനായിങ്ങനെ എന്നുള്ള ചെറുകഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ഇമെയിൽ shilinpoyyara@gmail.com, വാട്സ്ആപ്പ് 0096895090690. സരസൻ മാഷ് എഴുതിയ ഹണ്ടപ്പനും ഓലഞ്ഞാലിയും എന്നുള്ള കൃതി എല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, കൂടുതൽ കഥകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഷിലിൻ പൊയ്യാറ എന്നുള്ള ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.